ടീച്ചറമ്മയുടെ വടകരയിലെ തോൽവി അംഗീകരിക്കാൻ ഇപ്പോഴും ഡിവൈഎഫ്ഐക്കാരനും CPM-കാരനും കഴിയുന്നില്ല. അതിന്റെ പ്രതിഫലനമാണ് ഷാഫി പറമ്പിലിനെതിരെയും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിലിനെതിരെയും വടകരയിൽ നടന്ന അതിക്രമം. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധത്തിന്റെ മറവിലാണ് വടകര MP-യെ തെരുവിൽ തടഞ്ഞ് അസഭ്യവർഷം നടത്തിയത്. ഡിവൈഎഫ്ഐ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളുടെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയതെന്നാണ് സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറയുന്നത്. പക്ഷേ ഷാഫി അവരുടെ കണ്ണിലെ കരടാണ്. കാരണം അതിദയനീയമായാണ് CPM-ന്റെ ഗ്ലാമർ താരമായ KK ശൈലജ വടകരയിൽ പരാജയപ്പെട്ടത്. അരിശം ഷാഫിയോട് മാത്രമല്ല, ജനകീയ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെട്ട് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ CPM-ന്റെ എല്ലാ അഴിമതികളെയും തുറന്നെതിർക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ VP ദുൽകിഫിലിനെതിരെയും അതിക്രമം നടന്നു. 20ഓളം വരുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടാ സംഘമാണ് ദുൽകിഫിലിനെ വടകര ടൗണിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ദുൽകിഫിലിനെ മർദ്ദിക്കാൻ പോലീസുകാരൻ കൂടി ഒത്താശ ചെയ്തു എന്നതാണ്. RSS അനുഭാവമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ദുൽകിഫിലിനെ മർദ്ദിക്കാൻ ഡിവൈഎഫ്ഐക്കാർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത്. കാരണം ദുൽകിഫിൽ CPM-ന്റെ മാത്രമല്ല RSS-ന്റെയും കണ്ണിലെ കരടാണ്. എല്ലാ വിഷയങ്ങളിലും മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ദുൽകിഫിലും ഷാഫി പറമ്പിലും. യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു ആരോപണം ഉയർന്നപ്പോൾ ആ സംസ്ഥാന അധ്യക്ഷനെ സംരക്ഷിക്കാൻ സംഘടന യാതൊരു നിലപാടും സ്വീകരിച്ചില്ല. കേരളത്തിൽ മറ്റൊരു യുവജന സംഘടനയ്ക്കും അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇത്തരത്തിൽ ഒരു പാരമ്പര്യം അവകാശപ്പെടാനില്ല. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷനെതിരെ ആരോപണമുയർന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് അയാളെ സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി എന്ന് മാത്രമല്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഏകപക്ഷീയമായി ഷാഫി പറമ്പലിനെതിരെയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും വടകര സ്വദേശിയുമായ VP ദുൽകിഫിലിനെതിരെയും അതിക്രമം നടന്നത്. ദുൽകിഫിലിനെതിരെ നടന്ന അതിക്രമത്തിലും ഷാഫിക്കെതിരെ നടന്ന വഴിതടയിലും പ്രതിഷേധിച്ച KK രമ MLA-യുടെ നേതൃത്വത്തിൽ വടകര പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രതിഷേധം അരങ്ങേറി. കുറ്റക്കാരായ ഡിവൈഎഫ്ഐക്കാർക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥനെതിരെയും കൃത്യമായ നടപടി സ്വീകരിക്കുമെന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ദുൽകിഫിലും KK രമയും സ്റ്റേഷനിൽ നിന്ന് പിരിഞ്ഞുപോയത്. അതിക്രമവും വെല്ലുവിളിയൊന്നും യൂത്ത് കോൺഗ്രസിന് പുത്തരിയല്ല. നിരവധിയായ സമര പോരാട്ടങ്ങൾ നടത്തിയ, നിരവധിയായ ചോരച്ചാലുകൾ നീന്തിക്കയറിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ്. ശക്തിസ്ഥലിലെ കല്ലറയിൽ അന്തിയുറങ്ങുന്ന ഇന്ത്യയുടെ പുണ്യാത്മാവ് ഇന്ദിരാജി കൊളുത്തിയ ദീപശിഖ കയ്യിലേന്തിയാണ് യൂത്ത് കോൺഗ്രസ് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നത്. പരിചക്ര ത്രിവർണ പതാക കയ്യിലേന്തിയതിന്റെ പേരിൽ ഒരു ദുൽകിഫിലിനെയും ഒരു ഷാഫി പറമ്പിലിനെയും വട്ടമിട്ടങ്ങ് ആക്രമിക്കാമെന്ന് ഡിവൈഎഫ്ഐക്കാരൻ കരുതുന്നുണ്ടെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലല്ല, വിഡ്ഢികളുടെ നരകത്തിലാണ് ജീവിക്കുന്നതെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വം പറയുന്നത്. കവചം തീർക്കാൻ യൂത്ത് കോൺഗ്രസുകാർ മുഴുവൻ ഉണ്ടാകും. കാരണം തങ്ങളുടെ നേതാക്കന്മാർ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നവരാണ്. CPM-ന്റെ പൊള്ളയായ കപട രാഷ്ട്രീയം തുറന്നു കാണിക്കുന്നവരാണ്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെയും VP ദുൽകിഫിലിനെയും ആക്രമിച്ച് ഉത്തര മലബാറിനെ അങ്ങ് കുരുതിക്കളമാക്കി മാറ്റാമെന്ന് ഡിവൈഎഫ്ഐക്കാരൻ കരുതുന്നുണ്ടെങ്കിൽ പ്രതിരോധത്തിന്റെയും പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പടയണി തീർക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലുണ്ടാകും. കാരണം ഷാഫി കോൺഗ്രസിൽ പ്രവർത്തകരുടെ കണ്ണിലുണ്ണിയാണ്. VP ദുൽകിഫിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരാവേശമാണ്. ഈ രണ്ടു പേരെയും ടാർഗറ്റ് ചെയ്ത് ആക്രമിച്ചില്ലാതാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ ഇന്ദ്രനീല പൊൻപതാക കയ്യിലെടുത്ത് പൊതുപ്രവർത്തനം തുടങ്ങിയവരാണ് ഈ രണ്ടുപേരും. ദീപശിഖാങ്കിത നീലപ്പൊൻപതാക കയ്യിലെടുത്തതിന്റെ പേരിൽ ഒരുപാട് പോലീസ് മർദ്ദനവും രാഷ്ട്രീയ എതിരാളികളുടെ ആക്രമണവും നേരിട്ട വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ലെന്ന് ഡിവൈഎഫ്ഐക്കാരൻ ഓർത്താൽ നന്ന്. എന്തായാലും ഡിവൈഎഫ്ഐക്കാരന്റെ വെല്ലുവിളി ഭയന്ന് കട്ടിലിനടിയിൽ ഒളിക്കാനൊന്നും ദുൽകിഫിലും ഷാഫിയും തീരുമാനിച്ചിട്ടില്ല. പൊതുപ്രവർത്തനവുമായി ഷാഫിയും ദുൽകിഫിലും വടകരയുടെ തെരുവുകളിൽ തന്നെയുണ്ടാകും. ഇരുവരെയും അടിച്ചില്ലാതാക്കാമെന്ന മോഹം ഡിവൈഎഫ്ഐക്കാരന് അതൊരു വ്യാമോഹം മാത്രമാണ്. വരും ദിനങ്ങളിലും അവർ തെരുവുകളിലുണ്ടാകും. നിങ്ങളുടെ അതിക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ, നിങ്ങളുടെ അഴിമതി തുറന്നു കാട്ടാൻ, പുഴുക്കുത്തുകളെ ഇല്ലായ്മ ചെയ്യാൻ. രാഷ്ട്രീയം ഒരു നാടകമാണെന്ന് CPM-കാരൻ കരുതണ്ട.
നിങ്ങളുടെ എല്ലാ കൊള്ളരുതായ്മകളെയും ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വടകരയിലും കേരളത്തിലും ഉണ്ടാകും. അതിന് നേതൃത്വം നൽകാൻ വടകരയുടെ പ്രിയപ്പെട്ട MP ഷാഫി പറമ്പിൽ വടകരയിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽക്കിഫിലും വടകരയുടെയും കുറ്റ്യാടിയുടെയും പേരാമ്പ്രയുടെയും എല്ലാം തെരുവീതികളിൽ തന്നെ ഉണ്ടാകും.